സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം നാഥുല ചുരം. മലയാളത്തിലെ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി എഴുതിയതാരാണ്? ഉത്തരം ആർ ഈശ്വരപിള്ള. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി? ഉത്തരം ഓടക്കുഴൽ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? ഉത്തരം അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. അസമിലെ കാസിരംഗ ദേശീയ ഉദ്യാനം ഏത് മൃഗത്തിന് പ്രസിദ്ധമാണ്? ഉത്തരം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ആത്മീയ സഭ രൂപീകരിച്ച വർഷമേത്? ഉത്തരം 1815. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം മൗലികാവകാശങ്ങൾ. സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമവകാശമായി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം 44-ാം ഭേദഗതി. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? ഉത്തരം 359-ാം വകുപ്പ് പ്രകാരം. കേരളത്തിലെ ആദ്യ സ്വകാര്യ TV ചാനൽ ഏത്? ഉത്തരം ഏഷ്യാനെറ്റ്. ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്ലാനിംഗ് കമ്മീഷൻ. നാഷണൽ ജുഡീഷ്യൽ അക്കാദമിയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ഭോപ്പാൽ. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത്? ഉത്തരം മംഗളവനം. ബുദ്ധൻ്റെ ജീവിതം പ്രതിപാദ്യമാക്കി സിദ്ധാർത്ഥ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം ഹെർമൻ ഹെസ്സെ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.